ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പം ഈ 2024 ഏത് വാഹനം എടുക്കുന്നതാണ് നല്ലത്? അതായത് ഇപ്പം നിങ്ങളൊരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ ഏത് വാഹനം എടുക്കണം? പെട്രോൾ വാഹനം എടുക്കണോ, ഡീസൽ വാഹനം എടുക്കണോ, EV എടുക്കണോ, CNG എടുക്കണോ? ഇതിൽ ഏത് വാഹനം എടുക്കുന്നതാണ് ശരിക്കും ബെനിഫിറ്റ്? നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അറിയാം. അതായത് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പർപ്പസ് എന്താണെന്നുള്ളത് നോക്കുക. ഫസ്റ്റ് പർപ്പസ് ഞാൻ ഉദ്ദേശിച്ച് വേറൊന്നും കൊണ്ടല്ല, ഡെയിലി ഡ്രൈവ് ഉള്ളൊരു വ്യക്തിയാണോ നിങ്ങൾ? അതായത് ഡെയിലി നിങ്ങൾക്കൊരു 10-40 അല്ലെങ്കിൽ ഒരു 50 കിലോമീറ്റർ ഓടുന്നൊരു വ്യക്തിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു EV വാഹനം എടുക്കാനായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ EV വാഹനം ഒരു റിലയബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും റിലയബിൾ ആണെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് യൂസ് ആൻഡ് ത്രോ എന്നുള്ളൊരു പർപ്പസിൽ വേണമെങ്കിൽ എടുക്കാം എന്ന് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞു എടുക്കാം എന്നുള്ള രീതിയിൽ ഒരിക്കലും എടുക്കാൻ പോകില്ല. പക്ഷേ ഒരു EV വാഹനം യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുള്ളത് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊരു വാഹനം കൂടെ ഉള്ളത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. അതുകൂടെ ഞാൻ എടുത്ത് പറഞ്ഞേക്ക്. ഇപ്പോഴത്തെ ഒരു സെനേറിയോയുടെ പ്രശ്നം വെച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സെനേറിയോ കാരണം ഇതിന് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എല്ലായിടത്തും EVയുടെ ചാർജിങ് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു EV എടുക്കുന്നുള്ളതുകൊണ്ട് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. 100% വിശ്വസിച്ച് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു EV എടുക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സെനേറിയോ വെച്ച് ഞാൻ പറയുകയാണ്, EVയുടെ കാര്യം ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. EV ഇപ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ EV യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും ഒരു ഏകദേശം 300 റേഞ്ചൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് പലപ്പോഴും കിട്ടാറുള്ള ഒരു 200 അല്ലെങ്കിൽ ഒരു 200 തന്നെ ഒരു ജാമ്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ നമ്മൾ ഐഡ്ലിങ് വല്ല നിർത്തിയിട്ട് AC ഒക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ റേഞ്ച് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പൂർണ്ണമായിട്ട് അവരെ കുറ്റം പറയാനും സാധിക്കത്തില്ല. പിന്നെ ഈ ചാർജിങ് ടൈമോ അതൊരു വലിയ ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചാർജിങ് ടൈം കുറയുന്നതിനനുസരിച്ച് ഇപ്പം നമുക്ക് ആദ്യമൊക്കെ നമ്മളൊരു ഫോൺ മേടിക്കുന്ന സമയത്ത് ആ ഫോൺ ഏകദേശം ഒരു 2 തൊട്ട് 3 മണിക്കൂറൊക്കെ എടുക്കുമായിരുന്നു ഫുൾ ചാർജ് ആകാൻ വേണ്ടി. എന്നാൽ അതേ സ്ഥാനത്ത് ഇപ്പം നമ്മുടെയൊക്കെ ഇരിക്കുന്ന ഫോൺ, എൻ്റെ ഒക്കെ ഇരിക്കുന്ന 120 വാട്ട്സ് ആണ് എൻ്റെ ഫാസ്റ്റ് ചാർജിങ്. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് 0 to 100 ആണ് ആകുന്നത്. അപ്പോൾ ആ ഒരു കാലം വരും, ഉറപ്പായിട്ടും വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരു EV എടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. പിന്നെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി ഡ്രൈവ് ഇല്ല, എന്നാൽ ഡ്രൈവ് വരുന്ന സമയത്ത് അത്യാവശ്യം ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു പെട്രോൾ വാഹനമായിരിക്കും. എന്തുകൊണ്ട് പെട്രോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ റിലയബിൾ ആണ്. കാരണം നമുക്ക് എത്ര നാൾ കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷമൊക്കെ കഴിഞ്ഞാൽ പോലും ഈ വാഹനത്തിന് വലിയ ഓട്ടോ ഇല്ല അല്ലെങ്കിൽ ഓട്ടം കുറവാണല്ലോ, നമുക്ക് വേണമെങ്കിൽ വിൽക്കാൻ സാധിക്കും. അതായത് സെയിൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഓട്ടോ ഇല്ലെങ്കിലും ഇൻ കേസ് ഇനി ഓട്ടോ ഉള്ള ഒരു വാഹനമാണെങ്കിലും പെട്രോൾ ആണെങ്കിലും നമുക്കത് ധൈര്യമായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ മേടിക്കാൻ ആൾ വരുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അപ്പം EV വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കത്തില്ലേ? മേടിക്കും. പക്ഷേ അതിനകത്ത് ഒരുപാട് കണ്ടീഷൻസും ആ ബാറ്ററിയുടെ കേസും ബാറ്ററിക്ക് എങ്ങനെയുണ്ട്, ഇനിയിപ്പോൾ എത്ര റേഞ്ച് കിട്ടും, ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പോട്ട് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ EVയുടെ കാര്യത്തിൽ ഒരുപാട് റീസെയിൽ വാല്യൂവിൻ്റെ കേസ് പറയാത്തത്. ഞാനെക്കുറിച്ച് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പെട്രോൾ വാഹനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നാളെ ഒരു സമയത്ത് സെയിൽ ചെയ്യാനും സാധിക്കും. പിന്നെ സർവീസിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ പെട്രോൾ നമുക്ക് പേടിക്കേണ്ടാത്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സർവീസ് കോസ്റ്റാണ്. കാരണം പെട്രോൾ വാഹനത്തിൽ പൊതുവേ സർവീസ് കോസ്റ്റ് വളരെ കുറവാണ്. കാരണം അതിനകത്ത് മെയിൻ്റെനൻസ് അതിനും വേണ്ട മെയിൻ്റെനൻസ് വരുന്നില്ല. ഇനി അടുത്തതാണ് നമ്മുടെ ഡീസൽ വാഹനം. ഡീസൽ വാഹനം ഞാൻ ആർക്ക് സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി മുമ്പോട്ട് ഡീസൽ വാഹനം സജഷൻ വളരെ കുറവായിരിക്കും. കാരണം ഡീസൽ വാഹനങ്ങൾ നിർത്തി തുടങ്ങുകയാണ്. ഓരോ കമ്പനീസും സ്റ്റോപ്പ് ചെയ്ത് വരുന്നുണ്ട്. ചില കമ്പനീസ് കൊണ്ടുപോകുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ BS6 ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നു. ഇനി BS6 കഴിഞ്ഞ് അടുത്തൊരു BS7 ഒക്കെ വരുന്ന സമയത്ത് പൊല്യൂഷൻ്റെ നോംസ് പിന്നെയും കൂടുകയാണ്. അങ്ങനെ പൊല്യൂഷൻ്റെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൂടുന്ന സമയത്ത് ഇത് മീറ്റ് ചെയ്യാൻ പറ്റാതെ ഒബ്വിയസ്ലി അവർ ഡീസൽ വാഹനം ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഡീസൽ വാഹനം ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നിലവിൽ ഇനി ഡീസൽ വാഹനം എടുക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉറപ്പിക്കാം. കാരണം ആ വാഹനം ചിലപ്പോൾ അന്നേരം ഓടിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ അത് സെയിൽ ചെയ്യാൻ ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയൊരു നഷ്ടമാണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു നഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇനി അങ്ങോട്ട് ഡീസൽ വാഹനം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഡീസൽ വാഹനം ശരിക്കും നമ്മൾ എടുക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് പവർ, അതായത് ടർബോ ഒക്കെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ആ വാഹനത്തിൽ കിട്ടുന്ന പവർ, അതിപ്പം എനിക്ക് തോന്നുന്നു പെട്രോൾ വാഹനത്തിലും ആ സെയിം പവർ നമുക്ക് കിട്ടുന്നുണ്ട്. സെയിം പവർ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, മെയിൻ്റെനൻസ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ് ഡീസൽ വാഹനത്തിൽ. കാരണം ഒരു പെട്രോൾ വാഹനത്തിൻ്റെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഡീസൽ വാഹനത്തിൽ പൊതുവേ നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ്, അതായത് ഓരോ പാർട്സിൻ്റെ റീപ്ലേസ്മെൻറ്റ്, ഇപ്പോൾ ഡീസൽ ഫിൽറ്റർ ആണെങ്കിലും എയർ ഫിൽറ്റർ ആണെങ്കിലും കമ്പാരിറ്റീവ്ലി പെട്രോൾ വാഹനത്തിനെ അപേക്ഷിച്ച് കോസ്റ്റ്ലിയാണ്. അങ്ങനെ കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റെനൻസ് ചാർജ് എപ്പോഴും നല്ലൊരു ഹൈക്ക് ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് പൈസ കയ്യിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് ഞാനൊരു ഡീസൽ വാഹനം സജസ്റ്റ് ചെയ്തില്ല. ഇനി CNGയിലോട്ട് പോവുകയാണെങ്കിൽ CNG ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല റിലയബിൾ സോഴ്സാണ്. CNGക്ക് പ്രൈസ് കുറവാണ്. CNG കൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക്, അതായത് ഏകദേശം 1 കിലോ CNG കൊണ്ട് ഏകദേശം 30 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു CNG വാഹനം നിങ്ങൾ നോക്കുകയാണെങ്കിലും അതും ഒരു ബുദ്ധിമുട്ടുള്ള കേസ് അല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം CNG ആകുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ഭയങ്കര ലാഭകരമാണ്. വാഹനത്തിന്
കമ്പനി ഫിറ്റഡ് CNG ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ലൈഫും കിട്ടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും മുമ്പോട്ട് വരത്തില്ല. അതുകൊണ്ട് അതും നിങ്ങൾക്ക് പേടിക്കാതെ ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ CNG എടുക്കുന്ന ആൾക്കാർ, ഞാൻ പറയുന്ന ഓട്ടോ ഇല്ലാത്ത ആൾക്കാർ CNG എടുക്കാൻ പോകരുത്. ഓട്ടോ ഉള്ള ആൾക്കാർ, അതായത് വാഹനം ഓടും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഓട്ടോ ഉള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ CNGയിലോട്ട് പോവുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ വരത്തില്ല. യൂസ് ചെയ്യാതിരുന്ന് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എടുക്കുന്ന സമയത്ത് ഒരു ഓട്ടം കുറവുള്ള അല്ലെങ്കിൽ സാധാരണ ഒരു പേഴ്സണൽ യൂസിന് വേണ്ടി മാത്രം എടുക്കുന്നൊരു വാഹനമാണ്, ഒരു പെട്രോൾ വാഹനമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സജഷനും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.